കർക്കിടക ചികിത്സയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മലയാളികൾ നൂറ്റാണ്ടുകളായിട്ട് കർക്കിടക മാസത്തെ ആരോഗ്യ സംരക്ഷണത്തിനുള്ള മാസമായിട്ട് മാറ്റിവെക്കാറുണ്ട്. ഒരു വർഷം കൊണ്ട് ശരീരത്ത് അടിഞ്ഞുകൂടിയിട്ടുള്ള ടോക്സിനുകൾ, വിഷങ്ങൾ, അതുപോലെ തന്നെ കൊളസ്ട്രോൾ തുടങ്ങിയ സാധനങ്ങൾ നിർമ്മാർജ്ജനം ചെയ്ത് ശരീരത്തെ ശുദ്ധിയാക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ ഒഴിച്ചില്, പിഴിച്ചില്, തിരുമല്, വമനം, വിരേചനം തുടങ്ങിയിട്ടുള്ള പഞ്ചകർമ്മ ചികിത്സയ്ക്ക് പോകും. പഞ്ചകർമ്മത്തിനൊന്നും ശേഷിയില്ലാത്ത ആളുകൾ കർക്കിടക മാസത്തിൽ ഔഷധക്കഞ്ഞി സേവിക്കും. അതിനകത്ത് ദശപുഷ്പങ്ങൾ ഉണ്ടാവും, ദശമൂലങ്ങൾ ഉണ്ടാവും, ആശാളി ഉണ്ടാവും, ശതകൂപ്പ ഉണ്ടാവും, ഉലുവ ഉണ്ടാവും. ഇത് മാത്രമല്ല ചിലർ പത്തിലകൾ ഉപയോഗിക്കാറുണ്ട്, ദശപുഷ്പങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്ത് സാമ്പ്രദായമായിട്ട് വ്യത്യാസം ഉണ്ടാവും. എല്ലാത്തിൻ്റെ ഉദ്ദേശം ശരീരശുദ്ധിയാണ്. ഏറ്റക്കുറച്ചിലുള്ളതാണെങ്കിൽ അത് നിർവഹിക്കപ്പെടുകയുണ്ട്. എന്തുകൊണ്ടാണ് കർക്കിടക മാസം തിരഞ്ഞെടുക്കാൻ? അതിനൊരു കാരണമുണ്ട്. കർക്കിടക മാസത്തിൽ ആകാശം മിക്കവാറും മേഘാവൃതമായിരിക്കും. കട്ടിയുള്ള സൂര്യരശ്മിയിലേക്ക് ഭൂമിയിലേക്ക് പതിക്കില്ല. അതിൻ്റെ ഫലമായിട്ട് ബാക്ടീരിയയും വൈറസും ഫംഗസും അതുപോലുള്ള രോഗാണുക്കളുടെ പെരുകും. മാത്രമല്ല ചന്നം പിന്നും മഴയായിരിക്കും. മിക്കവാറും മഴ പെയ്തിട്ട് അന്തരീക്ഷം ഈർപ്പമായിരിക്കും, അതുപോലെ ഭൂമിയൊക്കെ ഈർപ്പമായിരിക്കും. അതുകൊണ്ട് അട്ടയും പുഴുവും കൊതുകും വണ്ടും അങ്ങനെയുള്ള കീടാണുക്കളും വർദ്ധിക്കും. അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുതലായി കഴിഞ്ഞാൽ ശ്വാസകോശ രോഗങ്ങൾ വർദ്ധിക്കും. ശ്വാസമുട്ട്, കൂടെ ജലദോഷം വരിക, ആസ്മ, വലിവ് തുടങ്ങിയ പ്രശ്നങ്ങൾ, അതുപോലെ വാദമുള്ളവർക്കും ഈ സമയത്ത് വർദ്ധിക്കും. അങ്ങനെ എല്ലാ വിധത്തിലുള്ള രോഗങ്ങളും വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കർക്കിടക മാസം. അതുകൊണ്ടാണ് കർക്കിടക മാസം തിരഞ്ഞെടുക്കാനുള്ള കാരണം. ഇത്തരം രോഗങ്ങളിൽ നിന്നും ആരോഗ്യ പ്രശ്നങ്ങൾ ശരീരത്തെ രക്ഷിക്കണമെങ്കിൽ ഇമ്മ്യൂണിറ്റി വേണം, രോഗപ്രതിരോധ ശേഷി കൂടണം. ഇതിനു വേണ്ടിയിട്ടാണ് കർക്കിടക മാസത്തെ തന്നെ തിരഞ്ഞെടുത്തത്. ഇത്തരം ശോധനാ ചികിത്സ നടത്തുമ്പോൾ ശരീരത്തിലെ ടോക്സിനെ പുറത്തു പോകണമെങ്കിൽ കഠിനമായ അധ്വാനങ്ങൾ ഏർപ്പെട്ടാൽ പറ്റില്ല. കർക്കിടക മാസം സംബന്ധിച്ചിട്ട്, മലയാളിയെ സംബന്ധിച്ചിട്ട് അധ്വാനങ്ങൾ കുറവുള്ള സമയമാണ്. കാരണം കഴിഞ്ഞ കൃഷി കഴിഞ്ഞു, പുതിയ കൃഷി ആരംഭിച്ചിട്ടില്ല. പിന്നെ ഈ മഴയും അതുപോലുള്ള കാലാവസ്ഥ പ്രശ്നം കാരണം നമുക്ക് മിക്കവാറും പണിയെടുക്കാൻ സാധിക്കില്ല. മിക്കവാറും ഒരു വീട്ടിൽ ഇരിപ്പാണ്. അങ്ങനെ റെസ്റ്റ് കിട്ടുന്നു എന്നുകൊണ്ട് കൂടിയിട്ടാണ് കർക്കിടക മാസം തിരഞ്ഞെടുത്തത്. സുഖജീവന് പറയാനുള്ളത് ശരീരശുദ്ധി മാത്രം പോരാ, ക്ലീനിങ് മാത്രം പോരാന്നാണ്. ക്ലീനിങ് കഴിഞ്ഞാൽ ഒരു ഹീലിംഗ് ആവശ്യമാണ്, ഒരു പുനർനിർമ്മാണ പ്രക്രിയ ആവശ്യമാണ്, റീകൺസ്ട്രക്ഷൻ ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമ്മളുടെ ബലം വർദ്ധിക്കുകയുള്ളൂ, ശരീരത്തിൻ്റെ പുഷ്ടി വർദ്ധിപ്പിക്കുകയുള്ളൂ, രോഗപ്രതിരോധ ശേഷി നമുക്ക് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മുമ്പ് പറഞ്ഞ ഔഷധങ്ങൾക്ക് പുറമേ കർക്കിടക കഞ്ഞിയിൽ ചില പരിഷ്കാരങ്ങൾ കൂടി ഞങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിനകത്ത് ഫ്ലാക്സ് സീഡ്, മത്തക്കുരു, ഫ്ലവർ സീഡ്, കസ്കസ്, ഷിയാ സീഡ് തുടങ്ങിയ സീഡുകളും ചാമ, തിന, റാഗി തുടങ്ങിയ യവം വരെയുള്ള 9 മില്ലറ്റുകളും കൂടാതെ മുളപ്പിച്ച ചെറുപയർ, മുതിര, ഉലുവ, കടല തുടങ്ങിയിട്ടുള്ള പയറുവർഗ്ഗങ്ങളും ചേർത്തിട്ടുള്ള ഒരു സമീകൃത ആഹാരയ്ക്ക് മാറ്റിയിരിക്കുകയാണ്. ഔഷധങ്ങൾ ശരീരത്തെ ക്ലീൻ ആക്കുകയും ആഹാരങ്ങൾ ശരീരത്തെ പുനർനിർമ്മിക്കുകയും ചെയ്യും. ഇതിന് ശരീരത്തിൻ്റെ ക്ലീനിങ്ങും ഹീലിങ്ങും നിർവഹിക്കാനുള്ള ശേഷിയുള്ളതാണ്. ഇത് കഴിക്കാനും വളരെ എളുപ്പമാണ്. ടേസ്റ്റുള്ള കഞ്ഞിയാണ്, സ്വാദുള്ള കഞ്ഞിയാണ്, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കഞ്ഞിയാണ്. മരുന്നിൻ്റെ രൂക്ഷതയൊന്നും ഇതിനുണ്ടാവില്ല. ഒപ്പം കഞ്ഞിയായിട്ട് വെച്ചിട്ട് സ്വല്പം നെയ്യ് ചേർത്തിട്ട് സ്വല്പം തേങ്ങയും ചേർത്താൽ പൂർണ്ണമായിട്ടുള്ളൊരു ആഹാരമായിട്ട് മാറും. ശരീരത്തിന് ബലം വർദ്ധിക്കാനും പുഷ്ടി വർദ്ധിക്കാനും രോഗപ്രതിരോധ ശേഷി കൂടാനും ഫലപ്രദമാണ്. നമുക്ക് ഇപ്പോഴുള്ള പല രോഗങ്ങളും ഇതിലൂടെ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. മാത്രമല്ല ഇതൊരു ഷുഗർ ഫ്രണ്ട്ലി കഞ്ഞി മിക്സാണ്. അതുകൊണ്ട് പ്രമേഹമുള്ളവർക്കും പ്രമേഹമില്ലാത്തവർക്കും കുട്ടികൾക്കോ വൃദ്ധർക്കോ ആർക്കും ഉപയോഗിക്കാവുന്ന തരത്തിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. കർക്കിടക മാസം കഴിയുന്നതിന് മുമ്പ് 7 ദിവസം കുറഞ്ഞ ഒരു നേരമെങ്കിലും ഇത് ആഹാരമാക്കി മാറ്റിയാൽ മതി. കഴിഞ്ഞ 30 വർഷമായിട്ട് ഇത് തയ്യാറാക്കി ഞാൻ നൽകുന്നതാണ്. 100 കണക്കിന് ആളുകൾ ഇത് ഉപയോഗിച്ച് അവർക്ക് പ്രയോജനപ്പെട്ടുള്ളതാണ്. താല്പര്യമുള്ളവർ താഴെ പറഞ്ഞ നമ്പറിൽ ആവശ്യപ്പെട്ടാൽ മതി. സുഖജീവൻ്റെ കർക്കിടക ക്ലീനിങ് ഹീലിംഗ് ഔഷധക്കഞ്ഞി മിക്സ് ഇന്ത്യയിൽ എവിടെ അയച്ചു കിട്ടും. പ്രകൃതി മാർഗത്തിലൂടെയുള്ള ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് സുഖജീവൻ യൂട്യൂബ് ചാനൽ സന്ദർശിച്ചാൽ മതി.